അടുത്തതെന്ന് വെച്ചാൽ ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ വേരിയസ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പം നോക്കാം. മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ടു ഡിവൈസസ് ക്യാൻ ബി സിംപ്ലെക്സ് ആകാം, ഹാഫ് ഡ്യൂപ്ലെക്സ് ആകാം, അല്ലെങ്കിൽ ഫുൾ ഡ്യൂപ്ലെക്സ് ആകാം. ഓക്കെ, ഇവിടെ നോക്കിയേ, നമ്മുടെ ഒരു മെയിൻ ഫ്രെയിം കണ്ടോ? നമുക്കൊരു നമ്മൾ സിംപ്ലെക്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സോ ഇവിടെ ഇത് നോക്കിയോ. ഓക്കെ, ഒരു മെയിൻ ഫ്രെയിം ഉണ്ട് ആൻഡ് വി ക്യാൻ സീ ദ ഡയറക്ഷൻ ഓഫ് ഡേറ്റ ആൻഡ് എ മോണിറ്റർ, റൈറ്റ്? അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് കാണാൻ കഴിയും. ദെർ ഇസ് എ മെയിൻ ഫ്രെയിം ഉണ്ട്, മോണിറ്ററുണ്ട്, ദറ്റ് ഈസ് എ ഡയറക്ഷൻ ഓഫ് ഡേറ്റ. സോ നമുക്ക് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഈസ് യൂണി ഡയറക്ഷണൽ. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോകുന്നുള്ളൂ, യൂണി ഡയറക്ഷണലാണ്. പിന്നെ ഓൺലി വൺ ഓഫ് ദ ടു ഡിവൈസസ് ഓൺ എ ലിങ്ക് ക്യാൻ ട്രാൻസ്മിറ്റ് ദ ഡേറ്റ. അതായത് ആ ലിങ്കിലെ ഒരു ഡിവൈസിന് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് അപ്പുറത്തിരിക്കുന്ന ഏത് ഡിവൈസാണോ അതിന് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. The simplex mode can use the entire capacity of the channel to send data in one direction. ആ ചാനലിൻ്റെ എൻറ്റയർ കപ്പാസിറ്റി അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ടു സെൻഡ് ദ ഡേറ്റ ഇൻ വൺ ഡയറക്ഷൻ. എന്ന് പറയുന്നത് കീബോർഡ്സും ട്രഡീഷണൽ മോണിറ്റേഴ്സൊക്കെയാണ്. അപ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് യൂണി ഡയറക്ഷണലാണ് ആൻഡ് ഓൺലി ടു ഡിവൈസസ് ക്യാൻ ഹാവ് ദിസ് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓൺലി വൺ ഡിവൈസ് ക്യാൻ സെൻഡ് ദ ഡേറ്റ ആൻഡ് ദി അതർ ഡിവൈസ് വിൽ റിസീവ് ഇറ്റ് ആൻഡ് ദാറ്റ് ചാനൽ ഈസ് ഫുള്ളി കോൺട്രിബ്യൂട്ടഡ് ഈ എൻറ്റയർ കപ്പാസിറ്റി ഓഫ് ദ ചാനൽ എന്ന് വെച്ചാൽ യൂസ് ഫോർ ഡേറ്റ, യൂസ് ടു സെൻഡ് ദ ഡേറ്റ. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ദ സിംപ്ലെക്സ്. Next is half duplex. So let's learn what's half duplex. So we can see a station, two stations, and we can see one direction of data at a time, and then the direction of data at time two കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ വെച്ചാൽ ഈച്ച് സ്റ്റേഷൻ ക്യാൻ ബോത്ത് ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ് ദ ഡേറ്റ അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് റിസീവ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റും ഡേറ്റാസ്. ഒന്ന് സെൻഡ് ചെയ്യാൻ നേരത്ത് മറ്റത് റിസീവ് ചെയ്യും ആൻഡ് വൈസ് വേഴ്സ. അപ്പം ഇവിടുത്തെ ഞാൻ സിംപ്ലെക്സിൻ്റെ പറഞ്ഞപ്പം കീബോർഡും ട്രഡീഷണൽ മോണിറ്റേഴ്സിനെ പറ്റി പറഞ്ഞു. ഹാഫ് ഡ്യൂപ്ലെക്സിൻ്റെ അകത്ത് ഇവിടുത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വോക്കി ടോക്കീസ് ആൻഡ് CB റേഡിയോസാണ്. അതായത് നമ്മൾ പോലീസിൻ്റെയൊക്കെ ഒരു ഫോൺ അവർ കണ്ടില്ലേ, അതായത് ഒരേ സമയത്ത് അവർക്ക് ഇങ്ങോട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത് അത് ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതൊക്കെയാണ് വോക്കി ടോക്കീസ്. പിന്നെ CB റേഡിയോസ്. അത് എൻ്റെ ഫുൾ ഡ്യൂപ്ലെക്സ് ആണ്. ഓക്കെ, ഫുൾ ഡ്യൂപ്ലെക്സ് ആണ്. അതായത് ഫുൾ ഡ്യൂപ്ലെക്സിനകത്ത് വരുന്നത് ബോത്ത് സ്റ്റേഷൻസ് ക്യാൻ ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ് ഡേറ്റ സൈമിൾട്ടേനിയസ്ലി. ഒരേ സമയത്ത് അതിന് ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റും, റിസീവ് ചെയ്യാനും പറ്റും. സിഗ്നൽസ് ഗോയിങ് ഇൻ വൺ ഡയറക്ഷൻ ഷെയർ ദ കപ്പാസിറ്റി ഓഫ് ദ ലിങ്ക്. ലിങ്കിൻ്റെ കപ്പാസിറ്റി ഷെയർ ചെയ്യുന്നത് സിഗ്നൽസ് ആണ്. ദ ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് ഈസ് യൂസ്ഡ് വെൻ കമ്മ്യൂണിക്കേഷൻ ഇൻ ബോത്ത് ഡയറക്ഷൻസ് റിക്വയർഡ് ഓൾ ദ ടൈം. അപ്പം സിഗ്നൽസ് ഗോയിങ് ഇൻ വൺ ഡയറക്ഷൻ ഷെയർ ദ കപ്പാസിറ്റി ഓഫ് ദ ലിങ്ക്. ലിങ്കിൻ്റെ കപ്പാസിറ്റി സിഗ്നൽസ് ആണ് പറയുന്നത്. അതായത് ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന സിഗ്നൽസാണ് കപ്പാസിറ്റി ഓഫ് ദ ലിങ്ക് പറയുന്നത്. ദ ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് ഈസ് യൂസ്ഡ് വെൻ ദ കമ്മ്യൂണിക്കേഷൻ ഇൻ ബോത്ത് ഡയറക്ഷൻസ് റിക്വയർഡ് ഓൾ ദ ടൈം. ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് നമുക്ക് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ബോത്ത് ഡയറക്ഷനിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ദ ഷെയറിംഗ് ക്യാൻ ഒക്കേഴ്സ് ഇൻ ടു വേയ്സ്. Either the link must contain two physical separate transmission paths, one for sending and another for receiving, or the capacity of the channel is divided into signals traveling in both directions. ഇവിടെ നമുക്ക് ടെലിഫോൺ നെറ്റ്വർക്ക്സ് ആണ് ഇവിടെ പറയുന്നത്. അതായത് എന്നുവെച്ചാലും ദ വേ ഇൻ വിച്ച് ഡേറ്റ ഇസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ഡിവൈസ് ടു അനദർ ഡിവൈസ്. ഒരു ഡിവൈസിൽ നിന്ന് വേറൊരു ഡിവൈസിലേക്ക് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്തതിന് പറഞ്ഞ ട്രാൻസ്മിഷൻ മോഡ്. അതിനെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ മോഡെന്ന് വിളിക്കാൻ പറ്റും.
ഈ ട്രാൻസ്മിഷൻ മോഡ് പറയുന്നത് ഒരു ഫിസിക്കൽ ലെയറിനകത്താണ്. ഓക്കെ, അപ്പം ട്രാൻസ്മിഷൻ മോഡ് 3 തരത്തിലുണ്ട്. ദാറ്റ് ഈസ് സിംപ്ലെക്സ് മോഡ്, ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ്, ഫുൾ ഡ്യൂപ്ലെക്സ്. ആൻഡ് സിംപ്ലെക്സ് മോഡ് എന്ന് വെച്ചാൽ ജസ്റ്റ് യൂണി ഡയറക്ഷനിലാണ്. ഇൻ വൺ ഡയറക്ഷൻ ഓൺലി വൺ ഓഫ് ദ 2 ഡിവൈസസ് ഓൺ എ ലിങ്ക് ആൻഡ് ട്രാൻസ്മിറ്റ്. ഒന്നെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്യും, ഒന്ന് റിസീവ് ചെയ്യും, അത്രേ ഉള്ളൂ. ദിസ് ട്രാൻസ്മിഷൻ മോഡ് ഇസ് നോട്ട് വെരി പോപ്പുലർ ആസ് മെയിൻലി കമ്മ്യൂണിക്കേഷൻസ് റിക്വയർസ് 2-way എക്സ്ചേഞ്ച് ഓഫ് ഡേറ്റ. ആൻഡ് ഇവിടെ ഒരു ഡയറക്ഷൻ മാത്രമായതുകൊണ്ട് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല ഈ ഒരു മോഡ് എന്ന് പറയുന്നത്. റേഡിയോ സ്റ്റേഷൻ ഇസ് എ സിംപ്ലെക്സ് ചാനൽ as it transmits a signal to the listeners but never allows them to transmit back. അതായത് റേഡിയോ സ്റ്റേഷനിലൊക്കെ സിംപ്ലെക്സ് മോഡാണ് യൂസ് ചെയ്യുന്നത്. അവർക്ക് സെൻഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ, അവർ ലിസണറിൻ്റെതൊന്നും വാങ്ങുന്നില്ല. Keyboard and monitor are the examples of simplex mode, as the keyboard can only accept the data from the user and monitor can only be used to display the data on screen. അപ്പോൾ ഇതൊക്കെ സിംപ്ലെക്സ് മോഡാണ്. The transmission mode is not very popular as mainly communication requires 2-way exchange of data. ഇപ്പോഴത്തെ കാലത്ത് 2-way exchange of data ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. സോ സിംപ്ലെക്സ് മോഡ് തന്നെ നമ്മളങ്ങനെ യൂസ് ചെയ്യത്തില്ല. ഓക്കെ, നിങ്ങൾക്കിത് പെട്ടെന്ന് പരിചയമായിട്ട് തലേദിവസമായതുകൊണ്ട് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയാണ് സ്പീഡ് പറയുന്നത്. സോ സിംപ്ലെക്സ് മോഡ് എന്ന് പറയുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം, ഡിസഡ്വാൻറ്റേജസ് നോക്കാം. മനസ്സിലായല്ലോ, ഒരു സെൻറ്ററിൽ നിന്ന് ഒരു റിസീവറിലേക്ക് കൊടുക്കുന്നതിനാണ് പറയുന്നത്. In simplex mode എന്ന് വെച്ചാൽ the station can utilize the entire bandwidth of the communication channel so that more data can be transmitted at a time. അതായത് നമ്മൾ സിംപ്ലെക്സ് മോഡിനകത്ത് നമ്മുടെ ആ കമ്മ്യൂണിക്കേഷൻ ചാനലിൻ്റെ എൻറ്റയർ ബാൻഡ്വിഡ്ത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ടു ട്രാൻസ്ഫർ ദ ഡേറ്റ. ദാറ്റ് ഇസ് ദ ഫുൾ കപ്പാസിറ്റി ഓഫ് ദ ചാനൽ ഇസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദ ഡേറ്റ. അപ്പം എന്ത് ചെയ്യാൻ പറ്റും, ഒത്തിരി എമൗണ്ട് ഓഫ് ഡേറ്റാസ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് അഡ്വാൻറ്റേജ് ഓഫ് സിംപ്ലെക്സ് മോഡ്. വാട്ട് ഇസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് സിംപ്ലെക്സ് മോഡ്? Communication is unidirectional, so it has intercommunication, it has no intercommunication. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല അവിടെ. അഡ്വാൻറ്റേജ് വെച്ചാൽ അതായത് കപ്പാസിറ്റി ഇസ് മോർ നമ്പർ ഓഫ് ഡേറ്റ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ്. ഓക്കെ, ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് വെച്ചാൽ ദ കമ്മ്യൂണിക്കേഷൻ ഇസ് ബൈ ഡയറക്ഷൻ ബട്ട് ഓൺലി വൺ അറ്റ് എ ടൈം. when one device is sending data and it has to wait to respond ചെയ്യാൻ വെയിറ്റ് ചെയ്യണം. Walkie-talkie is an example of half duplex mode. In walkie-talkie, one party speaks and other party listens. After pause, the other speaks and first party listens. Speaking simultaneously will create a disordered sound which cannot be understood. അപ്പം രണ്ടുപേരും കൂടെ ഒരുമിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഡിസോർഡർ സൗണ്ട് വരും. സോ ഇറ്റ്സ് ബെറ്റർ ടു കമ്മ്യൂണിക്കേറ്റ് വൺ വേ. ആദ്യം ഒരു ഭാഷ അവർ പറയും, എന്നിട്ട് തിരിച്ച് പറയും. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് പോലീസിലൊക്കെ അവർ ഫോൺ പറയത്തില്ല, ഫോൺ വിളിക്കത്തില്ല. അപ്പോൾ അവരിങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യും, നമ്മൾ തിരിച്ച് ഒന്നും പറയാൻ പാടില്ല. അതാണ് walkie-talkie എന്ന് പറയുന്നത്. So what is the advantages of the half duplex mode? In half duplex mode, both the device can send and receive the data and also can utilize the entire bandwidth for the communication channel during transmission. ഇവിടെ നമുക്ക് entire channel നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും for the communication of the data. And ഇവിടെ നമുക്ക് ഒരാൾ സെൻഡ് ഒരാൾ റിസീവ് അങ്ങനെ മാത്രമല്ല തിരിച്ച് നമുക്ക് കൊടുക്കാനും പറ്റും. Okay, in half duplex mode, one device is sending the data, then another has to wait. This causes delay in the sending of the data at the right time. സോ ഇവിടെ ഡിലേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം മറ്റത് വെയിറ്റ് ചെയ്യേണ്ട വരും, മറ്റത് സെൻഡ് ചെയ്യാൻ നേരത്തെ. സോ ദാറ്റ്സ് ദ ഡിസഡ്വാൻറ്റേജസ്. അവിടെ ഡിലേ ഉണ്ടാവും. അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റും. ഓക്കെ, അടുത്ത ഫുൾ ഡ്യൂപ്ലെക്സ് മോഡാണ് പഠിക്കാൻ പോകുന്നത്. ഇൻ ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് ദ കമ്മ്യൂണിക്കേഷൻ ഇസ് ബൈ ഡയറക്ഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബൈ ഡയറക്ഷനിലാണ്. ഡേറ്റ ഫ്ലോസ് ഇൻ ബോത്ത് ഡയറക്ഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റാസ് മൂവ് ചെയ്യാൻ പറ്റും. ബോത്ത് ദ സ്റ്റേഷൻസ് ക്യാൻ സെൻഡ് ആൻഡ് റിസീവ് ദ ഡേറ്റ സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് ഡേറ്റാസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യാൻ പറ്റും. ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് ഹാസ് 2 സിംപ്ലെക്സ് ചാനൽ. ഫുൾ ഡ്യൂപ്ലെക്സ് മോഡിൽ 2 സിംപ്ലെക്സ് ചാനൽസ് ഉണ്ട്. ഓക്കെ, one channel has traffic moving in one direction and another channel has traffic flowing in opposite direction. It's the fastest mode of communication channel. അപ്പോൾ ഒരു ചാനലിന് വൺ ചാനൽ ഹാസ് എ ട്രാഫിക് മൂവിങ് ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന ട്രാഫിക്കാണ്, മറ്റേ ചാനലിന് വേറെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന ട്രാഫിക്കാണ്. The most common example of full duplex mode is a telephone network and a mobile network. Telephone or mobile ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. When two people are communicating with each other by telephone line, both can talk and listen at the same time. ഇപ്പോൾ ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് എന്ന് വെച്ചാൽ both stations can send and receive the data at the same time. ഒരേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും. Disadvantage of full duplex mode, if there is no dedicated path access between the devices, then the capacity of the communication channel is divided into 2 parts. അപ്പോൾ അവർക്ക് തമ്മിലൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പാത്തില്ലെങ്കിൽ കപ്പാസിറ്റി ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഡിവൈഡ് 2 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ,
സോ ഇവിടെ നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫിസിക്കൽ ലെയറിൻ്റെ ടോപ്പോളജീസ് നോക്കും. As because we have learned it earlier, we will just mention the names of the physical topologies. But before that, I'm going to tell you the differences between the simplex, half duplex and full duplex method mode. So basis for comparison on this എന്തൊക്കെയാണെന്ന് നോക്കാം. ഡയറക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഏത് ഡയറക്ഷൻ? സിംപ്ലെക്സ് മോഡ് തന്നെ ഒരു ഡയറക്ഷൻ, ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ് തന്നെ ബൈ ഡയറക്ഷണൽ but not simultaneous, but one at a time. But when we look into the full duplex method, we can do it simultaneously, right? Send or receive. A device can only send the data but cannot receive it, or it can only receive the data but cannot send it. Okay, both the devices can send or receive the data but one at a time. അതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ്. ബട്ട് അത് സെൻഡും റിസീവും നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അത് പെർഫോമൻസ് വെച്ചാൽ പെർഫോമൻസ് ഓഫ് ദ ഹാഫ് ഡ്യൂപ്ലെക്സ് ഇസ് ബെറ്റർ ദാൻ ദ സിംപ്ലെക്സ് മോഡ്. നമ്മുടെ സിംപ്ലെക്സ് മോഡിനെക്കാട്ടും ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡാണ് ബെറ്റർ. കാരണം ദ പെർഫോമൻസ് ഓഫ് ദിസ് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് ഇസ് ബെറ്റർ ദാൻ ഹാഫ് ഡ്യൂപ്ലെക്സ്. അപ്പോൾ ഏറ്റവും പെർഫോമൻസ് നല്ലത് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡാണ്. And the simplex and the half duplex mode, as it doubles the utilization of the capacity of the communication channel. Communication channel utilization double ചെയ്യും. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് സിംപ്ലെക്സ് മോഡ് എന്ന് പറഞ്ഞാൽ കീബോർഡ്, മോണിറ്റർ ഒക്കെയാണ്. മറ്റേത് വോക്കി ടോക്കി, ഫുൾ ഡ്യൂപ്ലെക്സ്, ടെലഫോൺ. ഇനി അടുത്തത് സിഗ്നൽ എൻകോഡിംഗ് ആണ്. എൻകോഡിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് യൂസിങ് വേരിയസ് പാറ്റേൺസ്. അപ്പം ഈ സിഗ്നൽ എൻകോഡിംഗ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. കാരണം അതായത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. കാരണം ഇത് കുറേ നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് ട്രാൻസ്മിഷൻ മീഡിയ, വെരി സിമ്പിൾ വൺ. ഓക്കെ, UTP കണക്റ്റേഴ്സ് ഉണ്ടോ? ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്, ഇൻട്രസ്റ്റിംഗ് ആസ് വെൽ. പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ അതിൻ്റെ പ്രോബ്ലംസ്. ദാറ്റ്സ് ഓൾ.